welcome everyone to this session of a Kingdom Mindset. എല്ലാവർക്കും ഇന്നത്തെ രാത്രിയിലെ സെഷനിലേക്ക് സ്വാഗതം. ദൈവരാജ്യത്തിന്റെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. Let's pray. Heavenly Father, we thank you for these times spent together right now in your spirit. കർത്താവേ, രാത്രികാലം ഞങ്ങൾ അങ്ങയുടെ ആത്മാവിൽ ഞങ്ങൾ ശരണപ്പെട്ട് പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നു. You are the teacher, so we're hearing with the ear to hear, a heart to understand. Thank you for the wisdom and understanding brought to us by the Holy Spirit's power during these sessions. In the name of Jesus we pray. Amen. ആത്മാവിൽ ശരണപ്പെട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുകയും ഞങ്ങളെ മനസ്സുകളെ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യണമേ. കർത്താവിന്റെ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We've been going through these sessions on the topic of kingdom mindset. God determined from the foundation of the earth to choose to have sons and daughters through his son, Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ തന്റെ ഏകജാതന പുത്രൻ എന്ന് അറിയപ്പെടുന്ന വിളിക്കപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അനേകം മക്കളും അവകാശികളെയും സൃഷ്ടിച്ചുകൊണ്ടാണ് ദൈവരാജ്യത്തിന്റെ പ്രോസസ് എന്ത് ചെയ്യുന്നത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. Ephesians chapter 1 verses 3 to 6 ഒന്നാം അധ്യായം അതിന്റെ 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places in Christ, just as he chose us in him before the foundation of the world, that we should be holy and without blame before him in love, having predestined us to adoption as sons by Jesus Christ to himself, according to the good pleasure of his will, to the praise of the glory of his grace, by which he made us accepted in the beloved. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തിരഞ്ഞെടുക്കുകയും തിരുഹൃദയത്തിന്റെ പ്രസാദപ്രകാരം ക്രിസ്തുയേശു മുഖാന്തരം നമ്മളെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നേക്കുകയും ചെയ്തുവല്ലോ. അപ്പോ ക്രിസ്തുവിൽ കൂടെ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ആദ്യജാതൻ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റോടെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാണ്? ദത്തെടുക്കപ്പെടുകയാണ്, അനേകം മക്കളായി മാറ്റപ്പെടുകയാണെന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നാം വായിച്ചു വന്നത്. Through God's love, he predestined that we, his sons and daughters, would be holy, blameless before his presence through Christ his son. രണ്ടാം വാക്യം നമുക്കറിയാം, അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. വിശുദ്ധരും നിഷ്കളങ്കരുമായി തന്റെ സന്നിധിയിൽ നിൽക്കേണ്ടതിന് വളരെ മുൻകാലത്ത് തന്നെ നമ്മളെ തിരഞ്ഞെടുത്ത ഒരു ദൈവിക പദ്ധതിയെ കുറിച്ചാണ് നാം വായിച്ചു വന്നത്. So God's heart's intention from the beginning was to have sons, compelled by his love, who would be holy, blameless in Christ his son. Our loving Heavenly Father determined to have sons and daughters, predetermined plan. It continues today. ഇന്നും നടക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വർത്തമാന കാലത്തിലും ഈ പുസ്തകം എഴുതിയിട്ട് 2000 വർഷമായെങ്കിലും ഇന്നും നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ അവസാനത്തെ വാക്യത്തിന് എഴുതി വെച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനും നമുക്ക് സൗജന്യമായി നൽകിയതിന്റെ കൃപാമഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നേമിച്ചു. എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തിൽ നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി സ്നേഹിക്കുന്ന മഹാസ്നേഹത്താൽ വളരെ മുന്നേ തന്നെ മക്കളായി നമ്മളെ കണ്ടു, തിരഞ്ഞെടുത്തു, അതിനുവേണ്ടി നമ്മളെ എന്ത് ചെയ്തു, മാറ്റി എന്നൊക്കെ വായിക്കുന്ന വാക്യത്തിന്റെ ഡെപ്ത് ഭയങ്കരമാണ്, അതിന്റെ ആശയവും ഭയങ്കരമാണ്. We've been discussing a kingdom mindset. We've been given an inheritance, sons and daughters of God. We also are God's inheritance. We discuss the heart of a son and daughter of God. Today we look at the oneness that compels us to manifest God's love to the world around us. So കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പദ്ധതികളെ കുറിച്ചും അതുകൂടാതെ ദൈവരാജ്യത്തിന്റെ കൾച്ചറിനെ കുറിച്ചും സ്വഭാവത്തെ കുറിച്ചും രീതികളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു വന്നത്. ഇന്ന് ഒരുമിച്ച് ഒന്നായി അല്ലെങ്കിൽ ഒറ്റ ആത്മാവിൽ ഒരേ ഒരു മനസ്സിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദൈവിക പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു സൂചനയിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ കടന്നു വരാൻ പോകുന്നത്. So God's purpose continues to show his love from one generation
to the next through sons and daughters in his family. എന്തുകൊണ്ടാണ് മക്കൾ എന്ന് പറയുന്നതിന്റെ ആവശ്യം എന്താണ്? മക്കളുടെ ആവശ്യം എന്താണ്? അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്മളെ മക്കളാക്കി തീർത്തു എന്ന് പറയുമ്പോൾ മക്കളുടെ ആവശ്യം എന്താണ് നമ്മൾ ആദ്യം അന്വേഷിക്കണം. ഒരു പിതാവിന്റെ ലീഗസി അല്ലെ, ആ പിതാവിന്റെ ഇഷ്ടം, പിതാവിന്റെ താല്പര്യം, പിതാവിന്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതൊക്കെ അടുത്ത തലമുറയിൽ കൂടെ നിരന്തരമായി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് മക്കളുടെ ആവശ്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ അർത്ഥം എത്രയേ ഉള്ളൂ? ഇന്നേക്ക് 2000 വർഷം മുമ്പ് നടന്ന ആ വലിയ പ്രവൃത്തി അത് ഓരോ തലമുറയിലും നഷ്ടപ്പെടാതെ ആ ജീവനോടെ കൊണ്ടുപോകാനായിട്ട്, അതിന്റെ ആ പുതുക്കത്തിൽ തന്നെ കൊണ്ടുപോകാനായിട്ടാണ് മക്കളെ അല്ലെങ്കിൽ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം മനസ്സിലാക്കണം. Be fruitful and multiply. His kingdom was his command in the beginning and still is being established every day through the heart of his kingdom citizens, you and me. ഓരോ ദിവസവും ഈ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ചിന്ത മനസ്സിലുണ്ടായിരിക്കണം. മക്കളാക്കി തിരഞ്ഞെടുത്തതിന് ആവശ്യം ഇതാണ്. പിതാവിന്റെ ഇഷ്ടം തലമുറയായി മുമ്പോട്ട് പോകണമെങ്കിൽ മക്കൾ ആവശ്യമാണ്. മക്കളില്ലെങ്കിൽ ആ പദ്ധതി അവിടെ അവസാനിക്കുകയാണ്. Love was God's motive and compels him to the purpose to have sons and daughters. Ephesians chapter 1 verse 5. അതിന്റെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യം നമ്മൾ വായിച്ചു. ഇങ്ങനെയാണ്: അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം നമ്മെ യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുക്കുന്നതിന് പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് സ്നേഹത്തിൽ നമ്മെ എന്ത് ചെയ്തു? മുൻനിയമിച്ചു. അപ്പം എന്തൊക്കെ അവിടെ കാണുന്നുണ്ട്? 1, തിരുഹിതത്തിന്റെ പ്രസാദമുണ്ട്. 2, സ്നേഹമുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മക്കളാക്കാൻ തീരുമാനിച്ചതിന് കാരണം. ഈ മക്കളാക്കാൻ തീരുമാനിച്ച 2 പ്രധാനങ്ങൾ: 1, തിരുഹിതത്തിന്റെ പ്രസാദം, 2, സ്നേഹം. ഈ 2 കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മളെ മക്കളാക്കുന്നത്. ഈ മക്കളാക്കിയതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിതാവിന്റെ ഇഷ്ടം തുടർമാനമായി ചരിത്രത്തിൽ നിന്നു പോകാതെ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയ കർത്തവ്യത്തിലാണ് മക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. God speaks in his word, says, having predestined us to adoption as sons by Christ Jesus to himself, according to the good pleasure of his will. Yes. വാക്യം പിന്നെ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. തന്നെ മനസ്സിലായി. വാക്യം ഇങ്ങനെ എഴുതി: മുമ്പേ അവനിൽ, ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം, 5-ാം വാക്യം, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. എന്ന് പറഞ്ഞാൽ മുൻനിയമിക്കുകയാണ്. അതായത് നമ്മൾ ജനിക്കും മുമ്പേ നമ്മളെ കുറിച്ച് കൃത്യമായ ഒരു പദ്ധതിയിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൃത്യമായ ഒരു കാര്യപരിപാടിയിലാണ്, കൃത്യമായ ഒരു സ്നേഹത്തിന്റെ പദ്ധതിയിലാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Oneness is a fruit of God's love. Jesus displays the Father and Son as one, John 17. We, the sons and daughters of God, are one just like the Father and Son are one. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്കകത്ത് പരാമർശിക്കുന്ന വാക്യത്തിന്റെ ഘടന ഇപ്രകാരം: പിതാവേ, ഞാനും പിതാവും ഒന്നാകുന്നത് പോലെ. ഓക്കെ, നമ്മളെല്ലാം ഒന്നായിരിക്കണം എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന എന്നുള്ളത് കർത്താവ് പറയുമ്പോൾ തന്നെ ഈ മക്കളുടെ ഇടയിൽ ഒരു സഹവർത്തിത്വം, സ്നേഹം, സഹോദര്യ ചിന്താഗതി അത്യാവശ്യ കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Ephesians chapter 4 verse 3 says, endeavoring to keep the unity of the Spirit in the bond of peace. അവിടെ എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ് പരാമർശിക്കുന്നത്: അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവേൻ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ മക്കൾക്കുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. ഒരു അപ്പന്റെ ഇഷ്ടം കൃത്യമായിട്ട് നടപ്പിൽ വരണമെങ്കിൽ 4 മക്കൾ 4 ആശയത്തിൽ നിന്നാൽ ശരിയാകത്തില്ല. ഈ 4 മക്കൾ എന്ത് ചെയ്യണം? ഒരാശയത്തിൽ അപ്പന്റെ ഇഷ്ടത്തിന് നിന്നാൽ മാത്രമേ ആ അപ്പന്റെ ഉദ്ദേശം നടപടിയാവുകയുള്ളൂ. അതുകൊണ്ട് അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സൂക്ഷിക്കുകയും ചെയ്യണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. A kingdom mindset is understanding unity is all about being constantly aware of the oneness we have in Christ with our Heavenly Father and with one another. കിങ്ഡം മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ, ദൈവരാജ്യത്തിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ. ഞാൻ എന്തിനായിരിക്കുന്നു ഇവിടെ, ഞാൻ എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ് എന്ന് പറയുന്നതിനൊപ്പം, എന്ന് മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന മക്കളെല്ലാവരും ഒരുമിച്ചാണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് ഈ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. There is no greater joy than the love we have for one another as one. 17-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒന്നായിരിക്കണം. സ്വാഭാവികമായിട്ട് പിതാവും പുത്രനും ഒന്നാകുന്ന പോലെ നാമും ഒന്നായിരിക്കണം എന്നുള്ള ദൈവിക പദ്ധതിയാണെന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നാം സംസാരിച്ചു വരുന്നത്. The Apostle Paul in 1 Timothy chapter 1 verse 5 says, "Now the purpose of the commandment is love from a pure heart, from a good conscience, and from sincere faith." 1 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. I think 1 Timothy chapter 1 verse 5, right? Yes. 1 Timothy chapter 1 verse 5. 1 തിമോഥെയോസ് ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇപ്രകാരമാണ് നമ്മോട് സംസാരിക്കുന്നത്. ഒരു സെക്കൻഡ്, ഞാൻ വാക്യം എടുക്കട്ടെ. 1 തിമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. സ്നേഹം പല രീതിയിലുള്ള സ്നേഹമുണ്ട്, അറിയാലോ. നമുക്ക് പല ടൈപ്പിലുള്ള സ്നേഹത്തെ കുറിച്ച് കാണാൻ പറ്റും. അപ്പൊ ഈ സ്നേഹത്തെ കുറിച്ച് പറയുന്നതിന്റെ ക്വാളിറ്റി ഇങ്ങനെയാണ്: ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഈ സ്നേഹത്തിലാണ് മക്കളെല്ലാവരും ഒന്നാണെന്ന് നാം വിശ്വസിക്കുകയും പറയുകയും ചെയ്യേണ്ടത്. The Amplified Bible says, "Now the object and purpose of our commandment is love." ഇത് കുറച്ചുകൂടെ എന്താണ് കടുപ്പമുള്ള, അല്ലെങ്കിൽ വേറൊരു പരിഭാഷയിൽ പറയുന്നത്, ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നതിലാണ് ഈ കഥയെല്ലാം മുമ്പോട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ സ്നേഹത്തിലാണ് ഇതെല്ലാം വേരൂന്നിരിക്കുന്ന സാരം. I'm going to give you quite a few scriptures. Write them down later and study them about Paul as he writes about his conscience. ഈ കണ്ടന്റിനെ കുറിച്ച്, ഈ ആശയത്തെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ താൻ കൊടുക്കുന്ന 2-3 വാക്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ പിന്നീടുള്ള സമയത്ത് ആ വാക്യങ്ങൾ വായിക്കുകയും അത് ബോധ്യപ്പെടുകയും വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 Timothy chapter 1 verse 3. 2 തിമോഥെയോസ് 1-ാം അധ്യായം number 3. 3-ാം വാക്യം. 2 തിമോഥെയോസ് 1-ാം അധ്യായം 3-ാം വാക്യം. I thank God, whom I serve with a pure conscience, as my fathers did. 2 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. Hebrews. Is it like, yeah, 2 Timothy chapter 1 verse 3 or 2? Yes, 3, I believe. 1 verse 3, right? 2 Timothy chapter 1 verse 3. എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിങ്ങളെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും കണ്ട് സന്തോഷപൂർണ്ണമാകുവാൻ ആശിച്ചുകൊണ്ട് ഓക്കെ അതിന്റെ 4-ാമത്തെ വാക്യമാണ്. മലയാളം ബൈബിൾ വരുമ്പോൾ 4-ാമത്തെ വാക്യാണ്. ഞാൻ പൂർവ്വന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. നിർമ്മല വിശ്വാസം, അതുപോലെ തന്നെ നിർവ്യാജ വിശ്വാസം. ഓക്കെ. Hebrews chapter 10 verse 22. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. Let us draw near with a true heart and full assurance of faith, having our hearts sprinkled from an evil conscience and our bodies washed with pure water. നമുക്കതിന്റെ 22-ാം വാക്യം, അതായത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഇങ്ങനെയാണ് എഴുതുന്നത്: നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എന്നാണ് 22-ാം വാക്യം നമ്മളോട് സംസാരിക്കുന്നത്. Amen. Paul carried a clear conscience of an awareness of the oneness in his experience that he had the mind of Christ being one with the Father. പൗലോസ് നാം ഒന്നായിരിക്കണമെന്ന് എഴുതുമ്പം നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ, പരാമർശിച്ചതുപോലെ, പിതാവും പുത്രനും ഒന്നാകുന്ന പോലെ നാം ഒന്നായിരിക്കുക എന്നുള്ള ആശയത്തിൽ സംസാരിക്കുമ്പം
മനസ്സിലാക്കേണ്ട കാര്യം, കൃത്യമായി ദൈവിക പദ്ധതികൾ ആ നൂറ്റാണ്ടിൽ നടപ്പിൽ വരണമെങ്കിൽ ഒന്നായി നിന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് എഴുതുന്നത്. 1 Corinthians chapter 2 verse 16. Verse 16. ഒന്ന് കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. Who has known the mind of the Lord, that he may instruct him? But we have the mind of Christ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഒരു വലിയ ടൈറ്റ് ആയിട്ട് സാധനമാണ്. പൗലോസ് വായിക്കുകയാണ്, സ്വാഭാവികമായിട്ട് കർത്താവിന്റെ മനസ്സറിഞ്ഞിട്ട് കർത്താവിനെ കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിക്കാവുന്നവൻ ആരുണ്ട്, അവനെ ഗ്രഹിപ്പിക്കാത്തവൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അടുത്ത വാക്യം പറയാം, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. അപ്പൊ ആ ചിന്തിച്ച് നോക്കണം. അത് നമ്മളിത് പറയുമെങ്കിലും നമ്മുടെ മനസ്സെന്താന്നുള്ള കാര്യം ഇനി നമ്മൾ ഇത് കഴിയുമ്പോഴേ അറിഞ്ഞാലേ സ്വയം ചോദിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. Philippians chapter 2 verse 5. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിച്ചോട്ടെ. Let this mind be in you, which also is in Christ Jesus. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Paul understood, just as Christ understood, his oneness with the Father. പിതാവും പുത്രനും ഒന്നായി നിൽക്കുന്ന അതേ ഭാവം, ആ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് എന്താണ് അർത്ഥമാക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. പിതാവും പുത്രനും എങ്ങനെയായിരുന്നോ അതേ ഭാവത്തിൽ നാം ചലിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. Having the mind of Christ is knowing we are one with the Father and with one another. ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുന്നത് ഒരു സൈഡ് ഇതാണ്. യേശുക്രിസ്തുവിന്റെ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം, ഞാനും പിതാവും ഒന്നാണ്, അതുപോലെ നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന അതേ ആശയത്തിൽ ഈ മനോഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ വേർതിരിവിന് എന്തില്ല, സ്ഥാനമില്ല. 2 Corinthians chapter 13 verse 11. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 11-ാം അധ്യായം. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. 2 കൊരിന്ത്യർ 13-ന്റെ 11. Finally, brethren, farewell. Become complete, be of good comfort, be of one mind, live in peace, in the God of love and peace will be with you. വളരെ രസകരമായ വാക്കാണ്. തീർച്ചയായും കർത്താവ് സഹോദരന്മാരെ സന്തോഷിപ്പേൻ, യഥാസ്ഥാനപ്പെടുവേൻ, ആശ്വസിച്ചുകൊള്ളുവേൻ, ഏക മനസ്സുള്ളവരാകുവേൻ, സമാധാനത്തോടെ ഇരിപ്പീൻ, എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനം ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. Amen. Amen. Philippians chapter 1 verse 27. Philippians chapter 1 verse 27. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. Only let your conduct be worthy of the gospel of Christ, so that whether I come and see you or am absent, I may hear of your affairs, that you stand fast in one spirit, with one mind, striving together for the faith of the gospel. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഇങ്ങനെയാണ് എഴുതുന്നത്, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികൾ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസനെ പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ യോഗ്യമാൻ തക്കവണ്ണം നടപ്പീൻ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോ ആ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാവും. Romans chapter 15 verse 5. റോമാലേഖനം 15-ാം അധ്യായം 5-ാം വാക്യം. റോമാലേഖനം 15-ാം അധ്യായം 5-ാം വാക്യം. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. Now may the God of patience and comfort grant you to be like-minded toward one another
according to Christ Jesus. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. Philippians chapter 3, verse 16. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. Nevertheless, to the degree that we have already obtained, let us walk by the same rule. Let us be of one of the same mind. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. സഹോദരന്മാരെ എല്ലാവരെയും എന്നെ അനുകരിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സോറി ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 16. ഓക്കെ. സ്വാഭാവികത ഉദ്ദേശിച്ച ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. പ്രോബ്ലി ഈ പറഞ്ഞ വാക്യം തന്നെ വാക്യത്തിനകത്ത് നമുക്ക് സ്പെസിഫിക്കലി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഗോ ഹെഡ്. യാ, ഗുഡ്. 16, 16-ാം വാക്യം. ഓക്കെ. Ephesians chapter 4, verse 23. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 23-ാം വാക്യം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. And be renewed in the spirit of your mind. 21-ാം വാക്യം, നിങ്ങളെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായി നിൽക്കുന്ന ഒരു പുതുക്കം ഉണ്ടാകണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. The awareness of the oneness we have as kingdom citizens produces unity that creates opportunity to build a community of saints revolutionizing cultures of the world to Christ. പറഞ്ഞ ആശയം എത്രയേ ഉള്ളൂ, നമ്മൾ ഒന്നായി നിൽക്കുമ്പോഴാണ്, യൂണിറ്റി ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാകുന്നത്. നമുക്ക് ചില വിഷയത്തിലൊക്കെ ഇടപെടണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇടപെടാനുള്ള അവസരം ഉണ്ടാകുന്നത് എന്ത് ചെയ്യാതെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്. യൂണിറ്റിയിലാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായെങ്കിൽ മാത്രമേ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന പല വിഷയങ്ങളോടും നമുക്ക് പ്രതികരിക്കാനും ഇടപെടാനും അതിനകത്ത് ദൈവിക റിസൾട്ട് കൊണ്ടുവരാനും പറ്റത്തുള്ളൂ. അപ്പൊ ഒന്ന് യൂണിറ്റി, അത് ഓപ്പർച്യൂണിറ്റി തരും. ആ ഓപ്പർച്യൂണിറ്റി എന്ത് തരും, നമുക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, കമ്മ്യൂണിറ്റിയിലെ കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി ഇടപെടാനൊക്കെ നമുക്ക് പറ്റും. ഇതിനൊക്കെ ആവശ്യമായ കാര്യം എന്ന് പറയുന്നത് ഐക്യമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. Community is the result of fulfilling the purposes in our lives that God desires. ദൈവം ഇഷ്ടപ്പെടുന്ന ദൈവിക പദ്ധതി നടപ്പിൽ വരേണ്ടത് അവസാന തട്ടായ സമൂഹത്തിലാണ് ഇതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകേണ്ടത്. അത് ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയാണത് ചലിക്കേണ്ടത്. To be part of one another in knowing that we are to be jointly fitted together to build a spiritual habitation for God. തമ്മിൽ യുക്തമായി ചേർന്ന് പണിയുന്ന ഒരു സ്വർഗീയ കെട്ടിടത്തെ കുറിച്ച് നമുക്കറിയാം, വാക്യവും അറിയാം. എന്ന് പറയുന്നത് പോലെ യുക്തമായി ചേർന്ന് പണിയപ്പെടുന്ന ഒരു ആശയത്തിന്, ഒരു ബ്ലൂ പ്രിന്റിന് അനുസരിച്ച് പണിയപ്പെടുന്ന ഒരു കെട്ടിടമായിട്ടാണ് നാം പ്രവർത്തിക്കേണ്ടത്. So Ephesians chapter 2, verses 19 to 22. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ. Now, therefore, you are no longer strangers and foreigners, but fellow citizens with the saints and members of the household of God, having been built on the foundation of the apostles and prophets, Jesus Christ himself being the chief cornerstone, whom the whole building being fitted together grows into a holy temple in the Lord, in whom you also are being built together for a dwelling place of God in the Spirit. അതിനകത്ത് ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അടുത്ത ലെവലിൽ പഠിപ്പിക്കാനുള്ള വാക്യമാണ്. ആ വാക്യം വായിക്കുന്ന നമുക്ക് ഒരു ഡെപ്ത് അവിടെ മനസ്സിലാകും. നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിലെ പ്രവചനങ്ങളെല്ലാം എഴുതുന്നത് ദൈവത്തിന്റെ അന്നത്തെ വാസസ്ഥലമായിരുന്ന, വിശ്വസിച്ചിരുന്ന ഈ പറയുന്ന എന്ത് പൊളിഞ്ഞു പോകുന്ന പറയുന്നത്, ആലയം പൊളിഞ്ഞു പോകുമെന്നാ പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട ലോകാവസാനവും അത് പൊളിഞ്ഞു പോകുമെന്നാ പറയുന്നത്. അത് പൊളിഞ്ഞു പോകുമ്പോൾ എന്ത് സംഭവിക്കണം?
Hmm. വേറൊരു ആലയം ഇവിടെ പണിയപ്പെടണം വേണ്ടേ? എങ്ങനെയാ പണിയപ്പെടുന്ന ആലയം? ആ ആലയത്തിന്റെ കട്ടകൾ എന്ന് പറയുന്ന ആരൊക്കെയായിരിക്കും? നമ്മളൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. അതിന് 19 വാക്യം. ആകയാൽ നിങ്ങൾ ഇനി അന്യനും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഭവനം, നമ്മൾ ഈ ഭവനം എന്ന് പറയുന്ന സാധനം പഠിച്ചിട്ടുള്ളതാണ്. ഉൽപ്പത്തി തൊട്ട് നമ്മൾ വായിച്ചു വരുന്ന, ഐ എം ജസ്റ്റ് ഗിവിംഗ് സം സ്മോൾ എക്സ്പ്ലനേഷൻ ദേർ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഭവനം വായിച്ചു വന്നതാണ്. ആ ഭവനം എന്താണെന്ന് നമുക്കറിയാം. പുതിയ നിയമത്തിലെ ഭവനം എന്തായെന്ന് അറിയാം. ആ ഭവനം പൊളിച്ചാൽ ഞാൻ 3 നാളുകൊണ്ട് പണിയാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് സ്വന്തം ശരീരത്തെ കുറിച്ചാണ് പറയുന്നത് പറഞ്ഞു. ആ പറഞ്ഞ ഭാഗമൊക്കെ നമ്മൾ വായിച്ച് കണക്ട് ചെയ്ത് വരുമ്പോൾ വാക്യം ഒന്ന് വായിച്ചു നോക്കുക. ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുവേശു തന്റെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനുമായി യുക്തമായി ചേർന്ന് കർത്താവിന്റെ എന്തായി വളരുന്നു? വിശുദ്ധ മന്ദിരമായി വളരുന്നു. എന്ന് പറഞ്ഞാൽ ആ ആലയം പണിതുപോയാൽ പുതിയൊരു ആലയം പണിയപ്പെടുന്നത് ആരിൽ കൂടിയാണ്? നമ്മളിൽ കൂടിയാണ്. ഇത് ഒരാളിലല്ല. എത്ര ആളാണ്? ഇങ്ങനെ അനേകം വാസസ്ഥലങ്ങളെല്ലാം കൂടെ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? പണിതു വന്ന് ഒരു വലിയ മന്ദിരമായി രൂപാന്തരപ്പെടുന്നെന്ന് പറയുന്നിടത്ത് ഒരു വലിയ ആത്മീയ മർമ്മമുണ്ട്. അത് നടക്കാത്തതും കാലം കല്ലുകളായി നിങ്ങൾ അവശേഷിക്കുകയുള്ളൂ. ആലയത്തിന്റെ പണി ഇവിടെ എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നേ ഇല്ല എന്ന് സാരം. ദൈവത്തിന്റെ ഒരു തിരുനിവാസം എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ ഞാൻ ആശയം പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അവസാനമായി അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് എന്ന് വെച്ചാൽ ഈ കാണുന്നത് പോകും, പിന്നെന്ത് ചെയ്യും? ഒരു പുതിയ സാധനം പണിയും. ആ പണിയുന്നത് ക്രിസ്തുവിലാണ് പണിയുന്നത്. നമ്മളെല്ലാം അതിന്റെ കല്ലുകളാണ് എന്ന് പറഞ്ഞു വരുന്ന ആശയത്തിലാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഓക്കെ. No greater joy for us to have. It's a kingdom mindset to know and experience the dwelling place of God in the oneness that God has given us to live in. ഇപ്പോ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിന്റെ തിരുനിവാസമായി ഈ ഭൂമിയിലെ ദൈവമക്കൾ പണിയപ്പെടണമെന്നും ഒരുമിച്ച് നിൽക്കണമെന്നും ആർക്ക് താല്പര്യമുണ്ട്? ദൈവത്തിന് താല്പര്യമുണ്ട്. അപ്പൊ ഒരു ആലയം അവിടെ പൊളിഞ്ഞു പോകുമ്പം പുതിയൊരു ആലയത്തിന്റെ കല്ലുകളായി നമ്മൾ ചേർത്ത് പണിയുന്നത് ഒരു പുതിയ തിരുനിവാസത്തിന് വേണ്ടിയാണ്, ഒരു പുതിയ ഒരു മഹാ സംവിധാനത്തിന് വേണ്ടിയാണ്. അവിടെ നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാതെ കല്ലും കട്ടയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നാൽ സ്വാഭാവികമായിട്ട് ദൈവത്തിന്റെ തിരുനിവാസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ എന്തായി പോകും? പൊളിഞ്ഞു പോകും. അതിന് വിരുദ്ധമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ആശയം. അങ്ങനെ ഒരിക്കലും വിഭജനത്തിന്റെ ആത്മാവ് നമ്മുടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞു വന്നതിന്റെ ആശയം എന്ന് പറയുന്നത്. Hallelujah. Philippians chapter 2 verses 1 to 2. Philippians chapter 2 verse 1 to 2. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 2 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. Therefore, if there is any consolation of Christ, if any comfort of love, if any fellowship of the Spirit, if any affection and mercy, fulfill my joy by being like-minded, having the same love, being of one accord, of one mind. ഇനി നമ്മൾ ഈ പറഞ്ഞ വാക്യം ഒന്ന് വായിച്ചു നോക്കുക. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സരിയും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതെല്ലാം വല്ലതും ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും ഉണ്ടെങ്കിൽ, ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുക. We discussed relationships of the most importance to the power of the gospel to the world. ഈ ലോകത്ത് സുവിശേഷം എന്ന് പറയുന്നത് അതിൻ്റെതായ ശരിയായ അർത്ഥത്തിൽ എത്തിക്കണമെങ്കിൽ, അത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ, അത് അവതരിപ്പിക്കണമെങ്കിൽ ഒന്നായി നിൽക്കുക, ഐക്യത്തിൽ പോവുക, തിരുനിവാസമായി ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. We must walk and demonstrate the oneness we have together if we want to see the entire church be one today. ഇന്ന് ഈ ലോകത്തിന്റെ വിവിധ ഭാഗത്തിലുള്ള സഭകളെല്ലാം കൂടെ ഇങ്ങനെ 16 പിരിഞ്ഞു നിൽക്കാതെ ഒന്നായി ഒരാശയത്തിൽ, ഞാൻ പറഞ്ഞ ബോർഡ് മാറ്റം എന്നല്ല പറഞ്ഞു വരുന്നത്, ഒരാശയത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവിക സംവിധാനത്തിന് വേണ്ടി നിലനിന്നിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ തന്നെ മാറിപ്പോകുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടോ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. എന്നാൽ അറിഞ്ഞ സത്യത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ദൈവം നമ്മളെ എന്ത് ചെയ്യട്ടെ, ആ രീതിയിൽ പണിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. There should be no greater friendships together among the saints in the body of Christ, in those God has grace to equip them
to walk in the oneness that Christ died to give. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ ഒന്നായി ചേർത്തിരിക്കുന്നതിനാൽ തന്നെ ഇവിടെ ആരെങ്കിലും ഒരാൾ വലിയൊരാളോ ചെറിയ ആളോ ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒരേ ആത്മാവിനാൽ ഒരേ ക്വാളിറ്റിയിൽ ഒരേ സംവിധാനത്തിൽ പണിയപ്പെടുന്ന ആളുകളാണ്. ഇവിടെ ആര് വലിയത് ആര് ചെറിയതൊന്നും ഈ ഐക്യത്തിന്റെ സന്ദേശത്തിനകത്ത് ഇല്ലവേ ഇല്ല. Through prayer and kingdom discussion, cities, regions, nations would see the power of the gospel turn territories upside down. നാം ഈ ഒരു മനസ്സിലാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഈ ഒരു ആശയത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, നാം ആയിരിക്കുന്ന സ്ഥലത്തും പട്ടണത്തിലും രാജ്യത്തും ലോകത്താകമാനവും നമുക്ക് സകല സംവിധാനങ്ങളെയും കീഴ്മേൽ മറിക്കാൻ തക്ക രീതിയിൽ ദൈവത്തിന് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമായി മാറാൻ പറ്റുമെന്ന് പൂർണ്ണമായി ഞാൻ എന്ത് ചെയ്യാണ് വിശ്വസിക്കുക. As discussed before, God's purpose has always been that we dominate the earth. ദൈവത്തിന്റെ ആശയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ മൊത്തമായി ഭരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി നമ്മൾ മാറുക എന്നുള്ളതാണ്. We are a royal priesthood, a holy nation, to show forth the praises of God. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. The God of the universe has given us an earthly mandate. നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നത് സ്വർഗമാണ്. സ്വർഗത്തിൽ നിന്നാണ് നമ്മളെ അയച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ നമ്മളെ അയച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് നാം ചിന്തിച്ചു വന്നത്. We must carry a continued awareness of this mandate he gave us to carry a kingdom mindset in manifesting the oneness of our lives together in Christ. ഞാൻ ഇന്ന് പറഞ്ഞ ആശയങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യാണ്, ഞാനത് ചുരുക്കി പറയുകയാണ്. നാം മക്കളായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. മക്കൾ എന്ന് പറഞ്ഞാൽ അപ്പന്റെ അവകാശം മാത്രമല്ല, അപ്പന്റെ ലീഗസി മുമ്പോട്ട് കൊണ്ടുപോകാനാണ്. അവിടെ നാം ഒന്നായി നിൽക്കേണ്ടതുണ്ട്. ഒന്നായി നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചാൽ ഇപ്പോൾ ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ദൈവത്തിന്റെ തിരുനിവാസം എന്ന് പറയുന്ന ആലയം പൊളിച്ചു മാറ്റപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് പണിയപ്പെടുന്ന ഒരു പുതിയ തിരുനിവാസമാണ് പണിയപ്പെടുന്നത് എന്നുള്ള ആശയത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു സിംബോളിക് ഐറ്റം ആയിട്ട് നിൽക്കാനായിട്ട്, ഒരു പദ്ധതിയായിട്ട് നിലനിൽക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചത് എന്നുള്ള മൈൻഡ് സെറ്റിൽ വേണം നാം ചലിക്കാനായിട്ട്. Through personal relationships as fathers, mothers, sons and daughters of God, we must continually endeavor to be reminded of the oneness that produces unity, creating opportunity as we bring heaven to earth through a community of the saints. അങ്ങനെ സംഭവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, അപ്പന്മാർ, അമ്മമാർ എല്ലാവരും എന്ത് ചെയ്യണം? ഏക മനോഭാവത്തിൽ, സ്നേഹത്തിൽ, സന്തോഷത്തിൽ വർത്തിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ദൈവിക മാൻഡേറ്റ് ഭൂമിയിൽ നടക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചും കൂടെ നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. അതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. Yes. As we continue in the series, The Kingdom Mindset, we will discuss the advance of God's kingdom, not only in individual lives and some fluent influence here and there, but the corporate advance of God's kingdom to be manifested in cities, regions, and nations to occupy, possess, and establish God's government. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായി ചിന്തിക്കുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് ഉറപ്പു പറയാൻ പറ്റും. നാം ആയിരിക്കുന്ന പ്രദേശത്ത്, പട്ടണത്തിൽ, രാജ്യത്ത്, ലോകത്താകമാനം ദൈവത്തിന്റെ പദ്ധതി കൈയാളുന്ന, ദൈവിക പദ്ധതിയുടെ വക്താക്കളാകുന്ന, ഗവൺമെന്റിന്റെ ഭാഗമാകുന്ന വക്താക്കളായിട്ട് നമുക്ക് വർത്തിക്കാൻ കഴിയട്ടെ, അതിന് ഒരുങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കം ഈ ദിവസങ്ങളിൽ നമ്മുടെ തുടർന്നുള്ള പഠനങ്ങൾ ഉണ്ടാകുമെന്നും ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. Thank you. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Amen. Heavenly Father, we thank you for your Son, Jesus Christ, that he sent us the Holy Spirit, power to be the oneness that we carry. ഞങ്ങൾ ഒരുമിച്ച് ഈ ഭൂമിയിൽ ചലിക്കേണ്ടതിന് ആവശ്യമായ ദൈവിക സമാധാനവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ലഭ്യമായി എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. We have the mind of Christ to establish God's kingdom in regions, territories where God has put us. ഞങ്ങളെ അയച്ചിരിക്കുന്ന ഞങ്ങളെ നിർത്തിയിരിക്കുന്ന പ്രദേശത്ത്, പട്ടണത്ത്, രാജ്യത്ത് ദൈവരാജ്യത്തിന്റെ
വക്താക്കളായി നിലകൊള്ളുവാൻ ഞങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് തരണമേ കർത്താവേ. We will possess, establish, and establish God's government in our territories as we are aware of the oneness that we carry, the Jesus you gave us. We thank you for this power, for the bond of peace in the mighty name of Jesus. കർത്താവേ, Amen. ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന സ്ഥലത്ത് ക്രിസ്തുവിൽ കൂടെ ലഭ്യമായിരിക്കുന്ന ഈ സമാധാനത്തിലും ഈ രക്ഷയിലും ഊന്നിക്കൊണ്ട് 100% ആ പ്രദേശിക്കുന്ന സ്ഥലത്തും രാജ്യത്തും അല്ലെങ്കിൽ പട്ടണത്തിലും കർത്താവിന്റെ രാജ്യത്തിന്റെ വക്താക്കളായി നിലകൊള്ളുവാനും ദൈവിക ഗവൺമെന്റിന് ഇൻഫ്ലുവൻസ് ആ പ്രദേശത്ത് കൊണ്ടുവരുവാനും ഒക്കെ ഞങ്ങളെ ഒരുക്കുകയും ഞങ്ങൾ അതിനുവേണ്ടി ശക്തീകരിക്കുകയും ചെയ്യണമേ കർത്താവേ. All right. Amen. Amen. Comments, discussion, Thank you. questions. എന്തെങ്കിലും നിങ്ങൾക്ക് കേട്ടതിൽ എന്തെങ്കിലും ഗുണകരമായി തോന്നിയെങ്കിൽ അതുമൊക്കെ പറയാം. അതിനുള്ള സമയത്തിന് വേർതിരിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ആണ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊക്കെ ആണല്ലോ. നല്ല കാര്യമാണ്. തലമുറകൾ നമ്മൾ ദൈവത്തിന് വേണ്ടി കൈമാറ്റപ്പെടാനായിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ വളരുള്ളൂ. അത് നല്ലൊരു എന്താ ആയിരുന്നു. അത് നല്ല നമുക്കതിന് ദൈവം പ്രവർത്തിക്കട്ടെ. Thank you. I appreciating the topic that the topic of sons and sonship. Really impressed and may continue to strengthen us to be a performing son in the region or territory where he is. That's what his prayer. That's all. Praise the Lord. Hallelujah. Very good. JJ Ajashi, Raju Manikala, Jacob Pastor. സാറേ, ക്ലാസ് വളരെ മെസ്സേജ് ആ മെസ്സേജിനകത്ത് എന്നോട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദൈവരാജ്യം അതിന്റെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പദ്ധതിയിലേക്ക് കാര്യമില്ല. അതിലുപരിയായിട്ട് മൈൻഡ് സന്തോഷമുണ്ട്. Fine, thank you. It was not completely audible, but from that, what I put it together through, that puzzle, what he is trying to say that the kingdom project is not going to be accomplished by once or a single person. It's a work of a team where we need to have unity, and that's the way it has to be proposed and built. That is what the message. He really appreciate the topic. God continue to bless us. There. That's where we continue in that direction. Yes. Praise the Lord. Hallelujah. Yeah. Where are you, JG? Jacob Pastor? പിതാവിന്റെ പദ്ധതി അത് മക്കളിലൂടെ തുടരുക, അതായത് മക്കൾ അത് പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ള ഒരു നല്ല കൺസെപ്റ്റ്. അതായത് ദൈവരാജ്യം അങ്ങനെ നിലനിർത്തപ്പെടണം എന്ന് പറഞ്ഞതിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഈ നിലവിൽ നമ്മൾ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വിരുദ്ധമായ ഒരു സംഭവമാണ്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട സംഭവം നമുക്ക് മുമ്പേ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടതാണ്. നമ്മൾ മടങ്ങി പോകുമ്പോഴും അത് നിലനിർത്തേണ്ട ഒരു കർത്തവ്യം നമുക്കുണ്ട്. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ എന്ന് ഞാൻ കരുതുകയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രസംഗിക്കുന്നത്, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. റിയലി അപ്രീഷിയേറ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ക്ലാസ് അനുഗ്രഹമായി. What Jay is commenting that as we discussed it earlier, like he was saying that the sons are designed to continue the legacy of their father, right? Yes. So sons are here in the other sense, like we are here on this place of the earth, and our fathers or parents or forefathers, they use this earth, positively. They kept it well. But we people, we just misuse everything, and just the environmental safety concerns and all, we just forget about it and we damage the system. We need to make sure that when I go back,
the way I saw this earth should be in the same way when I go back. It should be in the same exact system. I'm not, I have a responsibility to maintain the way I saw the world when I was here, when I born into the world like 50 years ago, 60 years ago. So once I finish my journey after 60 or 70 years ago, I should make sure this earth is preserved the way I saw when I was a young boy. So when we are not continuing that legacy in the other side of environment matter also, that's what I was trying to say. If you're not trying to maintain that legacy or the will of the Father, definitely these disasters are going to be the lesson for us to learn. So that's what is input from here. So this concept of like getting sonship to continue the legacy through us is a beautiful concept, and he really appreciate the Praise topic. the Lord. Thank you. Then now Raju Manikala is there, I think. Man of God. Yes, sir. So what we talk, and we all, all spiritual gifts he given to us. So what he given us through this in a sonship, we need to know, and we need to move forward in that. So like this, and I got a privilege to hear some Malayalam words also. By hearing and joining continually, one day I will speak in Malayalam also, sir. And the translation is really good, and the interpretation is really awesome. If I would know the Malayalam, I will be more happy. My brother, I don't know how to speak in proper Malayalam. I'm trying my best to make it. I'm not a good I'm not a good preacher also. I'm just trying my best to make things happen, since there is none to take care of this, issue of translation. So appreciate your comment. God bless you. Yes, sir. Praise Thank the you, Lord. sir. Thank you, Lord. Amen. Thank you, Jesus. Bless you. Bless you. Yes. Amen. Stan, are we there? Anything for Jake? സ്തോത്രം. ചില ദിവസങ്ങളായി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ടീച്ചേഴ്സിന് നന്ദി. ഇന്ന് രാത്രി കേട്ടതായ കിങ്ഡം മൈൻഡ്സ് എന്നുള്ള ആ വിഷയം എന്ന് പറയുന്നത് ഇന്നിപ്പോ കേരളത്തിലെങ്ങും കാണാനൊക്കാത്തൊരു കാര്യമാണ്. പക്ഷെ അത് ഞങ്ങളെ കണ്ണു തുറപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട്. കർത്താവിൽ ആ വചനം ഞങ്ങൾ ശ്രദ്ധിച്ച് അതിൽ ജീവിച്ച് മുൻപോട്ട് അനേകരെ നേടാൻ കർത്താവ് വരുന്ന ആളുകളിൽ സഹായിക്കട്ടെ. അതിന് ആ വചനം ഞങ്ങൾക്ക് വളരെ പ്രയോജനം ഇന്ന് രാത്രി ചെയ്തു എന്നുള്ള പ്രത്യേകമായ താങ്ക്സ് ആണ് പറയുവാനുള്ളത്. Bless you. You were saying that special appreciation to all teachers, those who teach us the kingdom. It is a rare subject in India, but we have been experiencing it through different sources. Especially we are so grateful to our teachers. May God continue to bless you and increase you in the years to come. And as a student, I'm committed to learn it well. From the day one I hear, and I'm trying to be practical on this and become fruitful in the days to come for the manifestation side. God bless you. That's what is coming. Stay blessed. Very good. Stanley, I'll give you a phrase on what he's been saying. That God will provide. Yes. When the student is ready, God will provide a teacher. Right. വിദ്യാർത്ഥി പഠിക്കാൻ റെഡി ആണെങ്കിൽ അധ്യാപകനെ ദൈവം തരുമെന്നുള്ളതാണ്. Bless you. Glory. Bless you. All right. All right. God bless you all.